Once upon a time version 2.0 വേദിയിലേക്ക് ചിരിക്കഥകളുമായി എത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നെൽസൺ തോമസ് ഫ്രം കോട്ടയം. നെൽസൺ തോമസ്, ഈ നൃത്തരൂപത്തിന്റെ പേരെന്താണ്? ഇത് ക്ലാസിക്കലാണോ, സിനിമാറ്റിക് ആണോ, ട്വിസ്റ്റ് ആണോ, ഫ്യൂഷൻ ആണോ, ഡിസ്കോ ആണോ, എന്താണ്? ഇതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു നൃത്തരൂപമല്ല. അല്ല, ഞാൻ 10-12 വർഷത്തെ തപസ്യ കൊണ്ട് സ്വായത്തമാക്കിയ ഒരു കലാരൂപമാണ്. അതെ, ഞാൻ ഇങ്ങനത്തെ ഡാൻസ് കണ്ടിട്ടുള്ളത് എവിടെയാ? പല നാട്ടിലും ഗാനമേള മൂത്ത് തീരാറാകുമ്പോൾ ഒറ്റപ്പെട്ടൊരു നർത്തകനുണ്ടാവും. ഒറ്റപ്പെട്ട നർത്തകൻ. അവൻ കളിക്കുന്ന സ്റ്റെപ്പാകും നാട്ടിലാരും കളിക്കില്ല, ആർക്കും അവനെ പോലെ കളിക്കാൻ പറ്റത്തില്ല. അവൻ മാത്രം ചില പ്രത്യേക സാധനങ്ങൾ എടുക്കും. ഒരു സെക്കൻഡ് ലാസ്റ്റ് പാട്ടൊക്കെ ആകുമ്പോൾ ഇവനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇവന്റെ ക്ലൈമാക്സ്. അതാ ആ നൃത്തമാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതെനിക്ക് ഈ അവസ്ഥയിൽ ഇവിടെ കാണാൻ പറ്റിയ വലിയ സന്തോഷമാണ്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. വളരെ കാലങ്ങൾ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അത് ഭംഗിയായിട്ട്. ശരിക്ക് മണിച്ചിത്രത്താഴിലെ രാമനാഥന്റെ വേഷം പുള്ളിക്ക് കൊടുക്കേണ്ടതായിരുന്നു. നാഗവല്ലിയെ കളത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള നൃത്തം അത്ര ഗംഭീരമായി. എവിടെ സ്ഥലം? കോട്ടയം. അപ്പൊ പൊളിക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ. 1988 മെയ് 31 ആ ദിവസത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? നെൽസന്റെ ബർത്ത്ഡേ ആണോ? കറക്റ്റ്. അന്ന് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ അന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ ജനിച്ചത്. എന്നെ കയ്യിലോട്ട് എടുത്തു വാങ്ങിയ ശേഷം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞു, ഷോ, ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാ, ഒത്തിരി കറുത്ത അലുവായും കട്ടൻ കാപ്പി ഇതൊന്നും തിന്നരുത്. അതാണ് എൻ്റെ ജീവിതത്തിൽ കേട്ട ആദ്യത്തെ ഷോ. അതിനുശേഷം ഞാൻ ഒത്തിരി ഷോ കേട്ടു. ഒരു കാര്യം പറയാം, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന സാധനം എന്താണോ അതാണ് നമ്മുടെ കളറ്. കട്ടൻ കാപ്പി കുടിച്ചാൽ കറുത്തു പോകും, അല്ലെങ്കിൽ കറുത്ത അലുവ തിന്നാൽ കറുത്തു പോകും. മുന്തിരിങ്ങാവൊന്നും ഞങ്ങളുടെ വീട്ടിൽ തിന്നാനേ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തിന്നുന്ന സാധനം എന്താണോ അതാണ് നമ്മുടെ കളറ് എന്ന് വിചാരിക്കുന്ന ഒരു ഡിജിറ്റൽ ഇന്ത്യയിലാണ് എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും ഇപ്പം ഞാനും ജീവിക്കുന്നത്. നമുക്കറിയാം ഈ കറുപ്പിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്, എല്ലാം ശരിയാ. എൻ്റെ അപ്പൻ നല്ല കറുത്തതായിരുന്നു, പക്ഷേ ആള് പണക്കാരനായിരുന്നു. എൻ്റെ അമ്മച്ചി നല്ല വെളുത്തതായിരുന്നു, പക്ഷെ പാവപ്പെട്ടവളായിരുന്നു. ഞാനിപ്പോ പാവപ്പെട്ടവനുമാണ്, കറുത്തതാണ്. ഇത് ചിലർക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റപ്പ്. ഓർക്കണം, കലാഭവൻ മണി തൊട്ട് രജനീകാന്ത് വരെ, വാവാ സുരേഷ് തൊട്ട് ബാരക് ഒബാമ വരെ എല്ലാവരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. എന്നാലും ശ്രദ്ധിക്കണം, എന്നാലും ഇത്തരക്കാരെ എവിടെയെങ്കിലും പോയാൽ ഒരു ഷോ എന്നേലും കേൾക്കേണ്ടി വരും. ഒരു തുണിക്കടയിൽ പോയി തുണി എടുത്തെന്നിരിക്കട്ടെ, ഷോ ഈ കളർ സെറ്റ് ആകത്തടാ, നീ കുറച്ചുകൂടെ ലൈറ്റ് കളർ എന്തേലും സെറ്റ് ചെയ്യും, ഞാൻ അതാ നോക്കാം. നീ അത് ഇട്ടാലോ, എന്നൊക്കെ കാണിച്ചിട്ടൊരു മെനയാകുന്നില്ലല്ലോടാ. ഈ ഒരു എക്സ്പ്രഷൻ ഷോ നമുക്ക് കേൾക്കേണ്ടി വരും. അതെല്ലാം പോട്ടെ, ഇനി നമുക്ക് ഒരു ചെറിയ ഒരു കരുതയം എടുക്കുക. ഒരാൾ മരിച്ചുപോയി, ആ നാട്ടിൽ ഒരാൾ മരിച്ചു പോയെങ്കിൽ അവിടെ ആരെങ്കിലും വെള്ളക്കൊടി കുത്തുവോ, അല്ലെങ്കിൽ പച്ചക്കൊടി കുത്തുവോ, ചുമലക്കൊടി കുത്തുവോ? ഒന്നുമില്ല, ഒരു കറുത്ത കരിങ്കൊടി അത് നമ്മൾ കുത്തും. അതൊന്നാമത്തെ കാര്യം. നമുക്കൊരു ചെറിയ ട്രാവൽ ഏജൻസിയോ ഒരു ചെറിയൊരു STD ബൂത്തിൽ ഒട്ടന്നിരിക്കട്ടെ, നമ്മൾ എവിടുന്നേലും നാട് കൂടാൻ തപ്പി പിടിച്ച ഒരു വെളുത്ത പെണ്ണിനെ റിസപ്ഷനിസ്റ്റായി അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിരുത്തും. ഏതേലും പരിപാടി നമ്മൾ എന്തേലും പരിപാടി ചെയ്താലും എല്ലായിടത്തും നമ്മൾ ഈ വെളുത്ത മുഖേ നമ്മൾ വെക്കത്തുള്ളൂ. അതെല്ലാത്തിനും വേണ്ടി വേറൊരു കാര്യമുണ്ട്. ഈ കാണിക്കാവുന്ന അക്രമം എല്ലാം കാണിച്ചിട്ട് ഓർക്കണം, വെളുക്കാനുള്ള എല്ലാ സാധനവും മോന്തേ തേച്ചിട്ട് സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട്, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, ആ കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, കണ്ണ് രണ്ടു എന്നെ മയക്കും 1000 വാട്ട്സ് പവർ, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്, കളറ് കളറ് കളറ്. ഇനി നമ്മൾ ദൈവത്തിന്റെ കാര്യം എടുത്താലോ, അവിടെയുണ്ട് ഈ പ്രശ്നം. ഓർക്കണം, ബൈബിളിന്റെ അകത്ത് വെയിലത്തൂടെ നടന്ന് ശിഷ്യന്മാരെയും പഠിപ്പിച്ച് മീൻപിടുത്തക്കാരെയും പഠിപ്പിച്ച് അത്ഭുതങ്ങളും കാട്ടി തരുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പടം വരെ നമ്മൾ വരയ്ക്കുമ്പോൾ വെളുത്ത് ചുവന്ന് കുഞ്ചാക്കോവനെ പോലെ വെച്ചേക്കും. എന്നാ എവിടെയായാലും നമ്മളൊരു പിശാചിന്റെയോ ചെകുത്താന്റെയോ പടം വരച്ചാൽ എവിടുന്നാന്ന് അറിയത്തില്ല, ലോകത്തുള്ള എല്ലായിടത്തു നിന്നും കുറെ കറുത്ത പെയിന്റ് വാങ്ങിച്ച് അങ്ങ് വെച്ചു. കാലം പോയി, അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി
അവന് കല്യാണപ്രായമായി. അങ്ങനെ എൻ്റെ 34-ാമത്തെ വയസ്സിൽ അവരെന്നെ പെണ്ണ് കെട്ടിക്കുവാൻ തീരുമാനിച്ചു. അവിടുത്തെ ട്വിസ്റ്റ് ഉണ്ട്. പെണ്ണ് കെട്ടിക്കാൻ നേരത്ത് ഒരു ബ്രോക്കറിനെ 2 ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ വീണ്ടും കേട്ടു, ഷോ പണ്ട് 88 അമ്മച്ചി പറഞ്ഞ അതേ ഷോ ഇവിടെ. അപ്പൊ ഫോട്ടോ കണ്ടിട്ട് ബ്രോക്കർ ചോദിച്ചു, വേറെ ഫോട്ടോ ഒന്നും ഇല്ലേ ചെറുക്കൻ്റെ? അപ്പൊ അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു ചെറുക്കനേ ഉള്ളൂ, ഞങ്ങളുടെ പ്രോഡക്റ്റ് കറുത്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട മരുമോള് വെളുത്തായിരിക്കണം. അപ്പം ഭയങ്കര നിർബന്ധം. ഓക്കെ, സമ്മതിച്ചു. അവർ തപ്പി കഷ്ടപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു ബേക്കറി ഉടമസ്ഥന്റെ നല്ല മുട്ടപ്പംസ് പോലെ ഒരു പെങ്കൊച്ചനെ കണ്ടുപിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ പെണ്ണ് കാണാൻ പോയി. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പെണ്ണോട് ഇരിക്കുക. അപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്. പെണ്ണ് കണ്ടിട്ട് എനിക്ക് ഇച്ചിരി കോംപ്ലക്സിന്റെ അസുഖമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പെങ്കൊച്ചിരിക്ക് കോംപ്ലക്സ് കലക്കി തന്നു. അത് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നിടത്ത് പെങ്കൊച്ചിട്ട് പറഞ്ഞു, എനിക്ക് കാര്യം ചെയ്യും, എനിക്ക് മറുപടി ഒന്നും തരണ്ട, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബ്രോക്കറിനെ പറഞ്ഞ് അറിയിച്ചാൽ മതി. എനിക്കത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വീട് വരെ തിരിച്ച് വണ്ടി പിടിച്ച ഒരു മേടിയ കയ്യിലെ കിടന്നു പറഞ്ഞു. എല്ലാം ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് 2 ദിവസം അങ്ങനെ പറയാൻ വേറെ കാരണം കൂടെ കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴല്ല ഒത്തിരി പെണ്ണുങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരുപാട് പെണ്ണുങ്ങളോട് പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായം എന്തായിരുന്നു തിരിച്ച്, നെൽസൺ നിനക്ക് മാത്സിന് മാർക്ക് കുറവാണ് കേട്ടോ, നെൽസൺ നിനക്ക് സയൻസിന് മാർക്ക് കുറവ് കേട്ടോ, നെൽസൺ നീ MBA പഠിക്കുമ്പോൾ അക്കൗണ്ടൻസി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്തിന് എൻ്റെ സർക്കാരിനും എൻ്റെ ഗവൺമെൻറ്റിനും എൻ്റെ സ്കൂളിന് പോലും എൻ്റെ പഠിപ്പ് ഇത്ര ഉത്തരവാദിത്വം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇഷ്ടം പറയുമ്പോൾ മാത്രം പെണ്ണുങ്ങൾക്ക് എൻ്റെ പഠിപ്പും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉത്തരവാദിത്വം. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ആ പെണ്ണോട് അന്നൊന്നും പറയായിരുന്നു. എല്ലാം കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ, ആ ബ്രോക്കർ എന്നെ വിളിച്ച് പറയുകയാണ്, പെണ്ണിന് പയ്യനെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, ആ പെണ്ണിന്റെ മനസ്സ് മാറുന്നതിനു. എല്ലാം കഴിഞ്ഞു. കല്യാണം നടന്നു. ഫസ്റ്റ് നൈറ്റ് ആയപ്പോ എനിക്കൊരു ആഗ്രഹം. ഒളിച്ചൊരു കാര്യമില്ല. ഞാൻ പയ്യ പെണ്ണിന്റെ അടുത്ത് ചെന്നു. അവളുടെ കൈയെടുത്ത് തന്നെ മടി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ എന്താ നിന്നെ ആകർഷിച്ചത്? എന്റെ കരുത്തുറ്റ ശരീരമാണോ, അനുരാഗം വഴിഞ്ഞൊഴുകുന്ന എൻ്റെ ഈ കണ്ണുകളാണോ, ആരെക്കൊണ്ടും കവിത എടുത്തുക്കുന്ന എൻ്റെ ഈ അധരങ്ങളാണോ, എന്താ നിന്നെ ആകർഷിച്ചത്? നീ പറ. അവള് കുറച്ച് ലജ്ജയോടുകൂടി എന്നോടൊരു കാര്യം പറഞ്ഞു. ചേട്ടാ, എനിക്കെൻ്റെ മമ്മിയെ ഒത്തിരി ഇഷ്ടം. എനിക്ക് വീട്ടിൽ നിന്ന് പോരുമ്പം എൻ്റെ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനെ കല്യാണം കഴിച്ചാൽ എനിക്ക് എൻ്റെ മമ്മിയെ മിസ് ചെയ്യില്ല. കാരണം ചേട്ടനും എൻ്റെ മമ്മിക്കും ഒരേ സൗണ്ടാ. തകർന്നു പോയി എൻ്റെ ലൗകിക ജീവിതം. താങ്ക് യു. നമുക്കൊരു വലിയ കൈയടി കൊടുക്കണം. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എനിക്കത് ഫൺസിന്റെ സ്റ്റേജിൽ ചിരിച്ച് ഞാൻ കരഞ്ഞിട്ടുള്ളത് ഈ ഒരു പെർഫോമൻസിലാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ അടിപൊളി. ഒരാൾ ഇത്രയും നേരം ഒറ്റയ്ക്ക് ഒരു പ്രത്യേക സംഭവം അല്ലേ അത് പറഞ്ഞ് ഈ കാണുന്ന ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ച് ഒരാള് താൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ വരുന്നറിയില്ല. എങ്ങനെ എനിക്കതല്ല, വീട്ടിൽ നിന്ന് വരുമ്പോഴും എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയുടെ ശബ്ദവും ഇയാളുടെ ശബ്ദവും ഒരേപോലെയാണ് എന്നുള്ളത്. സാധാരണ നമുക്കുള്ളൊരു ഇത് ആരും പറയില്ല. അത് വെച്ച് മുതലെടുത്തു ഇയാൾ. അതാണ് നിങ്ങളുടെ വലിപ്പം. മനസ്സിലായ? അസലായിരിക്കും. നിങ്ങളുടെ ഒരു പ്രകടനം വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഈണവും താളവും നീട്ടലും കുറുക്കലും അതിന് കൊടുക്കേണ്ട എക്സ്പ്രഷൻസും അതിൻ്റെ ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു പവറും എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള സംഭവമായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ബോഡി ഷെയ്മിങ്ങും റേസിസവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഇത്ര ഫണ്ണായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു ഇന്റർവ്യൂ ചോദിച്ചതാണ് ഈ കാര്യം. ഈ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് കള്ളപ്പണത്തിന് ബ്ലാക്ക് മണി എന്നും ബ്ലാക്ക് ടിക്കറ്റ് എന്നും ഫോണിൽ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുന്നവനെ ബ്ലാക്ക് ലിസ്റ്റ് എന്നും പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് 5 വർഷം മുമ്പ് അദ്ദേഹം ചോദിക്കണേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ നമുക്കൊരു ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്താണെന്ന് അറിയില്ലാത്ത, നമ്മളുടെ കാഴ്ച ഇല്ലാതാവുന്ന ഒരു അവസ്ഥയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ആയതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുകയും ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ഗംഭീരമായിട്ട്, വളരെ സർക്കാസം ഇവിടെ ഗംഭീരമായിട്ട് പറഞ്ഞു പോയി. വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
Thank you. Thank you so much. Thank you. For all the best. Please.